എല്ലുകളുടെ ബലക്ഷയം, കഴുത്ത് വേദന, നടുവേദന, പുറം വേദന ഇങ്ങനെയുള്ള വേദനകളും ക്ഷീണവും ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി വീഡിയോ മിസ് ചെയ്യാതെ കണ്ടുകൊള്ളൂ. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേക റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷനനു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറാസ് വ്ലോഗ്സ്. പുതിയൊരു ഹെൽത്തി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം റാഗി, 100 ഗ്രാം ബാർലി, 100 ഗ്രാം ഉഴുന്നുമാണ്. ഇത് മൂന്നും കൂടെ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്നെടുക്കുമ്പോൾ തോലുള്ള ഉഴുന്ന് കിട്ടുകയാണെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. പ്രത്യേകം ചെയ്തെടുക്കാം. പിന്നെ സമയവും ഗ്യാസും ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. വറുത്ത കൂട്ടത്തിൽ ഞാൻ 2 ഏലക്കയും കൂടെ വറുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. നിങ്ങളത് മറക്കാതെ ചേർത്ത് തന്നെ വറുത്തെടുക്കുക. നല്ലൊരു മണം ഉണ്ടാവും നമ്മളുടെ പൗഡറിന്. ഈ പൗഡർ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുകയാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഒരു ഗ്ലാസ് ജാറിലോ ഇട്ട് അടച്ച് നിങ്ങൾക്കിത് ഒരു 3 മാസത്തോളം ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട, പുറത്ത് തന്നെ സൂക്ഷിക്കാം. കേടാവാതെ അത് ഇരിക്കും. എല്ലാവരും ഈ ഒരു പൗഡർ ഉണ്ടാക്കി ആദ്യം മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബാക്കി റെസിപ്പിയിലേക്ക് കിടക്കാം. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൗഡറിൽ നിന്നും ഒരു 2.5 ടേബിൾ സ്പൂൺ പൗഡർ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഓരോ തവണയും റെസിപ്പി ചെയ്യുന്ന സമയത്ത് അതിന് കണക്കാക്കിയുള്ള പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 100 മില്ലി അളവിലുള്ള ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2.5 ടേബിൾ സ്പൂൺ പൗഡറിന് ഞാൻ 300 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ട പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വിസ്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം തുടക്കം മുതലേ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം വെച്ച ഉടനെ തന്നെ ചിലപ്പോൾ അടിയിൽ നിന്നും കട്ട പിടിച്ച് വരും. അതുകൊണ്ട് ഇങ്ങനെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ നമ്മളുടെ ഈ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലതുപോലെ ഒരു കുറുകിയ ഒരു പാകത്തിൽ നമ്മളുടെ ഈ ഒരു മിക്സ് റെഡിയായി നമുക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം ആ ഒരു സമയമായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം മീഡിയം ടു ലോയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡയബറ്റിക് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും, ഡയറ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യും എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ്. ഡയബറ്റിക് ആയിട്ടുള്ളവർ ഈ ശർക്കര ചേർക്കുന്നത് കട്ട് ചെയ്യുക. പകരം ഒരല്പം ഉപ്പ് ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കാം. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും അങ്ങനെ തന്നെ ചെയ്യാം. 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എന്നാൽ അത് അത്രയ്ക്കും ഹെൽത്തിയാണ്. അതായത് ഒരു ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ഹെൽത്തിന് നല്ലതായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പൗഡർ റെഡിയാക്കി വെച്ചിട്ട് ആവശ്യാനുസരണം ഇതുപോലെ എടുത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ ഇതിനെ ഒരു ശീലമാക്കുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ ഞെട്ടിക്കും. വളരെ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടും. ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് അതിനെക്കുറിച്ച് പറയുകയും വേണം. അപ്പം ഞാനിത് പൊടിച്ച് വെച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്കതിൻ്റെ റിസൾട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാം എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവർക്കും കൂടെ അതിൽ നിന്നുള്ള ഗുണം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതിനെ ഞാൻ നന്നായിട്ട് ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നും കൂടെ ആ ഒരു ശർക്കരയും തേങ്ങയും ഈ ഒരു മിക്സും ഒക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പാകമായപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്തു. ഈ ഒരു പാകം കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരുപാട് തിക്കായിട്ടും ഭയങ്കര വെള്ളം പോലെ അല്ലാതെ ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്ത പൊടിക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു പാകത്തിന് ചെയ്തെടുക്കാൻ പറ്റും.
2 മൺകോപ്പയിലേക്ക് ഞാനിതിനെ സെർവ് ചെയ്തെടുക്കുകയാണ്. ഇത് ചൂടോടെ കുടിക്കാനും വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പം ചൂടുകാലം ആയതുകൊണ്ട് തണുപ്പിച്ചാണ് കുടിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയും ചെയ്യാം. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് രാവിലെ ഒരു സ്മൂത്തിയൊക്കെ എടുക്കുന്നതിന് പകരമായിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശർക്കരയ്ക്ക് പകരം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്തിട്ട് റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എന്ത് തന്നെയാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നല്ല നല്ല ഹെൽത്തി റെസിപ്പീസ്, അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള റെസിപ്പീസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുകയുള്ളൂ. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.